ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പം കണ്ടൻറ്റ് വീഡിയോസ് ഷോർട്സിലിടല് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. സിവാപ്പുവാ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ അയൺ പ്രീമിയത്തിൽ ഷൂട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി സജാദും അയിനും ഞങ്ങളെ കൂട്ടാൻ വരും. ബാസികാക്ക നല്ല ഉറക്കാണ് ഗൈസ്. സിവാപ്പും ഞാനും എണീച്ചു, കുളിച്ചു, ഫ്രഷായി ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ബാക്കി അവിടെ ചെന്നിട്ടാണ്. എന്താ അപ്പതേ ബാപ്പ അവിടെ പല്ലേക്കുമ്പോ മോക്കും വേണം. ഞാൻ ഞങ്ങക്ക് രാവിലെ പല്ലേച്ചെന്നാല് ഞങ്ങക്ക് പല്ലേച്ചെന്നാല് പാത്തുമ്മ മടക്കി മാറ്റി ഓളെ റെഡിയാക്കിയതാണ്. പിന്നെ ഇതിന് 2 പ്രാവശ്യം തേക്കണം. ഇനി രാത്രി തേക്കല് കേട്ടാ. നമ്മൾ പോവല്ലേ, നമ്മള് സജാദിന്റെ അടുത്ത് പോവല്ലേ. എന്നെ കാണണ്ടെങ്കി അമ്മ ചായ കുടിച്ചോ? എല്ലാം ചെയ്തേക്കണം. പിന്നെ എങ്ങനെ നമുക്ക് പല്ലേക്കണ്ടേ? അല്ല, നിങ്ങൾക്കിന്ന് ഞാൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും പൊല്യൂഷനും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും കാരണം നമ്മുടെ സ്കിൻ ആകെ ടയർഡും ഡള്ളാകുന്നുണ്ട്. എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ്. ഞാൻ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്നതും യൂസ് ചെയ്യുന്നതുമായ ബ്രാൻഡാണ് ഹിമാലയ. ആൻഡ് ഇറ്റ് കംസ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് സയൻസ്. ഇത് നിങ്ങളുടെ സ്കിൻ ഓവർ ഡ്രൈ ആക്കാതെ സ്കിന്നിന് ഒരു വൈറ്റമിൻ സി ബൂസ്റ്റ് തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കുന്നു. ഇത് 3 വേരിയൻസ് ആയിട്ടാണ് വരുന്നത്: ഓറഞ്ച്, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. ഈ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് ഹിമാലയ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. വേണ്ടവർ ഇപ്പൊ തന്നെ താഴെ കൊടുത്ത ലിങ്കിൽ കയറി സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്തോളൂ. ഗൈസ്, ഞങ്ങൾ ഇന്ന് ഷൂട്ടിന് വന്നതാണ് അല്ലേ ശിവ? മമ്മനെ കാണിക്കണോ? എവിടെ? ഇതാ മമ്മനെ ബ്രൈഡ് ആക്കിക്കണല്ലോ ശിവ. അപ്പൊ ഇന്ന് നമ്മളെ അയൺ പ്രീമിയത്തിൽ ഷൂട്ട് ഉണ്ട് കേട്ടോ അല്ലേ ശിവ? ശിവന് പുതിയ ഉണ്ടാവണം. ശിവന് മാറ്റണോ ഉപ്പായി? മമ്മനെ ഇട്ടാ മതി. ഷൂട്ട് തുടങ്ങണല്ലോ കേട്ടോ. അത് ഫസ്റ്റത്തെ കോസ്റ്റ്യൂമാണ് ഗൈസ്. ഇതിന്റെ ഇടയിൽ 2-3 ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ പോകാനുള്ള തിരക്കിൽ ഞാനത് വിട്ടുപോയതാണ്. ഇത് ഫൈനൽ കോസ്റ്റ്യൂമാ? ഒന്നും കൂടി ഉള്ളത് ലാസ്റ്റ്. നല്ല വൈറ്റിലെ വൈറ്റില് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് കിട്ടും. അതെല്ലാ പെണ്ണുങ്ങൾക്ക് തോന്നുന്നുണ്ടാണ്. ഇപ്പൊ ഓരോ ഡ്രസ് ഇടാൻ വേണ്ടിട്ട് ഓരോ കല്യാണം കഴിച്ചു. അതവിടെ ഊഞ്ഞാൽ കളിച്ചാണ്. ഇത് എന്ത് വവ്വാലോ? നേരക്കെടി. ഓക്കെ, ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ. എന്ത് പരിപാടി? വീട്ടില് ഗ്യാസ് കഴിഞ്ഞിട്ട് 2 ആഴ്ച ഇതുവരെ മാറ്റിയില്ല. പിന്നെ എന്ത് പരിപാടിക്ക് വീട്ടില്? അപ്പൊ ആൾക്കാർ ഇല്ലല്ലോ, സത്യല്ലേ. നമ്മള് പെരിയിൽ എപ്പോഴും ഉണ്ടാവില്ലേ? എടാ അതിന്റെ തൊള്ളില് ആ ഒരു തുണി തിരികെ കുറച്ച് നേരം. പിന്നെ വീട്ടില് കുക്കിംഗ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചെറിയ സാഹചര്യം ആംബുലൻസിന്റെ സാഹചര്യം പറ കേക്കട്ടെ. സാഹചര്യം ഇവളിപ്പോ പറയുന്നൊക്കെ സത്യങ്ങളാട്ടോ. സത്യം പറയുമ്പോ മാത്രമാണ് ലേറ്റ് അടിച്ച. റെസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യാത്തത്. എന്ത് റെസ്റ്റ്? റെസ്റ്റ് പറഞ്ഞ ഊരുവേദന, കൈവേദന, മുട്ടുവേദന, അങ്ങനത്തെ ഹെവി പരിപാടികളൊന്നും ചെയ്യല്ല. ഹെവി കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്. ഒരു അരി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണാണോ ഹെവി കുക്കിംഗ്? ചെയ്തൂടെ? നമുക്ക് പാർസലാക്കാം. പ്രശ്നം കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇതേ ഷൂട്ട് തീർക്കടാ ഗൈസ്. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. അപ്പോൾ ഇന്ന് ഷോപ്പിൽ ക്ലീനിങ് ആയിരുന്നു. മാഷാ അല്ലാ, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പണികളുള്ളൂ. ഒന്ന് AC വെക്കണം, ലോഗോ വെക്കണം, ക്യാമറ സെറ്റാക്കണം, അങ്ങനത്തെ പണികളുള്ളൂ കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഷോപ്പ് ഓപ്പൺ ആക്കും. ഇനി ഇൻഷാ അല്ലാ ഈ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ ഓപ്പൺ ആക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, നല്ല ടയർഡായിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പത്തെ പണികളൊക്കെ കഴിച്ചു. നിങ്ങൾ ഷോപ്പ് കണ്ടല്ലോ. മാഷാ അല്ലാ, ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിൽ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി JBZന്റെ ലോഗോ വെക്കാണ്ട്, പിന്നെ അല്ലറ ചില്ലറ AC ഫിറ്റ് ചെയ്യാണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുള്ളൂ. ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞു മാഷാ അല്ലാ. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ
നല്ലൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു, ഇനിയും അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ഷോപ്പ് നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീനൊക്കെ ആക്കി, ഓൾമോസ്റ്റ് ഫുൾ ക്ലീൻ ആക്കി. ഇനി അവിടെ ഇവിടെ ചെറിയ ചെറിയ അതായത് നമ്മളില്ലേ ആങ്കറൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്ത് ചെറിയൊരു പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെയിന്റിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റും. കാരണം ഒരു റൂം നിറച്ചു സാധനമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ സാധനം മാറിക്കഴിഞ്ഞാലേ ആ റൂം ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. പിന്നെ ബാസികാക്കും സിവാപ്പും ബേക്കറി പോയതാണ്. ഓർക്ക് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ. ഓക്കെ, നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഒരു വ്ളോഗ് എടുക്കാനുള്ള ഒരു ശേഷിയില്ല, ചായ ഒക്കെ കുടിച്ചിട്ട് റെഡി ആവണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വ്ളോഗിൽ വരാം കേട്ടോ. ഡെയിലി വ്ളോഗ് ഇടുമെന്ന് ഞാൻ ആരോടും പറയണില്ല, കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗ് എപ്പോഴാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പം അതുവരെ ബൈ.